മഹായുതി മഹാവികാസ് അഘാടി സഖ്യങ്ങൾ കൊമ്പുകോർക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറുപാർട്ടികളുടെ സ്വാധീനവും തള്ളിക്കളയാനാകുന്നില്ല. സംസ്ഥാന ഭരണത്തെ തന്നെ മാറ്റിമറിക്കാൻ ചെറുപാർട്ടികൾക്ക് കഴിയുമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. പ്രചാരണത്തിന്റെ ഫൈനൽ ലാപ്പിലാണ് ഇപ്പോൾ മഹാരാഷ്ട്ര. ഫട്നാവിസിന്റെ ബി.ജെ.പിയും ഷിൻഡെയുടെ ശിവസേനയും അജിത് പവാറും ചേർന്ന മഹായുതി സഖ്യം ഒരു വശത്ത്, മറുപക്ഷത്ത് കരുത്തനായ ശരത് പവാറിന്റെ എൻ.സി.പിയും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും കോൺഗ്രസും ചേർന്ന മഹാവികാസ് അഘാടി സഖ്യം. നേർക്കുനേർ പോരാട്ടം നടക്കാനിരിക്കെ വിധി നിർണ്ണയിക്കുക വമ്പൻ പാർട്ടികൾ മാത്രമല്ല, രണ്ട് സുപ്രധാന സഖ്യങ്ങളുടെ ആധിപത്യത്തെ പിടിച്ചുകുലുക്കാൻ കെൽപ്പുള്ളവരാണ് ചെറുപാർട്ടികളും. അസദുദ്ദീൻ ഒവൈസിയുടെ ഓൾ ഇന്ത്യ മജ്ലിസ് ഇ ഇത്തേഹാദുൽ മുസ്ലിമീൻ, രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന, പ്രകാശ് അംബേദ്കറുടെ വഞ്ചിത് ബഹുജൻ അഘാടി തുടങ്ങിയവയെല്ലാം പല മേഖലയിലും വോട്ടുകൾ നേടാൻ സാധ്യതയുള്ളവരാണ്. ഇടതു പാർട്ടികൾ ഒഴികെ ഒരു സഖ്യത്തിലും ഉൾപ്പെടാത്ത ചെറുപാർട്ടികൾ നേട്ടമുണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. പോരാത്തതിന് പ്രമുഖരായ വിമത സ്ഥാനാർത്ഥികൾക്കും സ്വതന്ത്രർക്കുമുള്ള പ്രാദേശിക സ്വാധീനവും ചിലയിടത്ത് നിർണായകമായേക്കും. ചെറുപാർട്ടികൾക്കും സ്വതന്ത്രർക്കുമായി 30ഓളം സീറ്റുകൾ ലഭിച്ചേക്കുമെന്ന് തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ കരുതുന്നു. തൂക്കു നിയമസഭ വന്നാൽ ഈ MLA-മാർ നിർണായക പങ്ക് വഹിക്കുമെന്നർത്ഥം. രാജ് താക്കറെയുടെ MNS സംസ്ഥാനത്തെ പ്രധാന മൂന്നാമത്തെ പാർട്ടിയായി ഉയർന്നു വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മുംബൈ കോർപ്പറേഷൻ പരിധിയിലും ഇവർക്ക് സ്വാധീനമുണ്ട്. മുംബൈയിൽ 25 സീറ്റുകളിലാണ് MNS മത്സരിക്കുന്നത്. ഒവൈസിയുടെ പാർട്ടിയാണ് ഫലം സ്വാധീനിക്കാൻ കഴിയുന്ന മറ്റൊരു ഗ്രൂപ്പ്. മഹാരാഷ്ട്രയിലെ മുസ്ലിം വോട്ടിൽ ഗണ്യമായ പിടി ഔറംഗാബാദിലും മുംബൈ നഗരത്തിലും അടക്കം AIMIM-നുണ്ട്. ദളിത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ, മറ്റ് പാർശ്വവത്കരിക്കപ്പെട്ട സമുദായങ്ങൾ എന്നിവരെ ആകർഷിക്കുന്ന പാർട്ടിയാണ് അംബേദ്കറുടെ ചെറുമകനായ പ്രകാശ് അംബേദ്കറുടെ വഞ്ചിത് ബഹുജൻ അഘാടി. മഹാരാഷ്ട്രയുടെ ജനസംഖ്യയുടെ 14% ദളിത്, 7% ബുദ്ധ ദളിത് വിഭാഗവുമായതിനാൽ VBAയെ അവഗണിക്കാനാകില്ല. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര പാർട്ടികൾ നേടിയത് 29 സീറ്റാണ്. 63 മണ്ഡലങ്ങളിൽ ഇത്തരം സ്ഥാനാർത്ഥികളിൽ പലരും 2ാം സ്ഥാനത്തെത്തി എന്നതും ശ്രദ്ധേയമാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാനത്തെ രാഷ്ട്രീയ വോട്ടുകൾ ചിതറിക്കിടക്കുന്ന അവസ്ഥയിലാണ്. മിക്ക മണ്ഡലങ്ങളിലും 3-4 ലക്ഷം വോട്ടർമാരുണ്ട്. 60% വോട്ടിംഗ് രേഖപ്പെടുത്തിയാൽ ഒരു മണ്ഡലത്തിൽ കുറഞ്ഞത് 2.5 ലക്ഷത്തോളം വോട്ട് വീഴും. ചെറിയ പാർട്ടികൾ പല സീറ്റിലും നിർണായകവുമാകും. ചുരുക്കി പറഞ്ഞാൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങളിലെങ്കിലും ചെറു പാർട്ടികൾ വലിയ മീനാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.